റേഡിയോ മാറ്റുലേ 90.4 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹോമിയോ ആശുപത്രികളിലൂടെ ലഭിക്കുന്ന സേവനങ്ങളെയും പദ്ധതികളെയും പറ്റിയാണ് ഈ പരിപാടിയുടെ കഴിഞ്ഞ അധ്യായത്തിൽ പ്രിയ ശ്രോതാക്കൾ കേട്ടത്. ഇന്ന് ഈ പരിപാടിയിലൂടെ തുടർന്ന് കേൾക്കാം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ ഹോമിയോ ആശുപത്രികളിലൂടെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന സേവനങ്ങളെയും പദ്ധതികളെയും പറ്റി. തുടർന്ന് സംസാരിക്കുന്നു വയനാട് ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അച്ചമ്മ ലിനു തോമസ്. നമസ്കാരം. നമസ്കാരം. ആദ്യകാലത്തൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ചിന്തിച്ചിരുന്നത് രോഗം വന്നാൽ പിന്നെ ചികിത്സ എന്നുള്ളതാണ്. എന്നാൽ പുതിയ കാലത്ത് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. പുതിയ തലമുറയിൽ ഇക്കാലത്ത് രോഗം വരുന്നതിന് മുൻപേ പ്രതിരോധ ശേഷി കൈവരിക്കേണ്ടതുണ്ട്, മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. പ്രതിരോധ മാർഗങ്ങൾ എന്തൊക്കെയാണ് ഹോമിയോപ്പതിയിലൂടെ നമുക്ക് കിട്ടുന്നത്? രോഗം വന്ന് ചികിത്സിക്കുക എന്നതിനേക്കാൾ ഏറ്റവും പ്രാധാന്യമായത് രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ്. ഹോമിയോപ്പതിയിൽ രോഗം വരാതിരിക്കാൻ, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും ഒക്കെ മരുന്നുകളുണ്ട്. സാംക്രമിക രോഗങ്ങൾ പടർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ മരുന്നുകൾ കണ്ടുപിടിച്ച് ജനങ്ങൾക്ക് നൽകാറുണ്ട്. ഇതിന് റീച്ച് എന്നൊരു പദ്ധതി ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. റീച്ചിന്റെ ഫുൾ ഫോം റാപ്പിഡ് ആക്ഷൻ ഫോർ എപ്പിഡമിക് കൺട്രോൾ ഇൻ ഹോമിയോപ്പതി എന്നതാണ്. സാംക്രമിക രോഗങ്ങൾ പടർന്നു വരുന്ന സാഹചര്യത്തിൽ കേസ് ടേക്കിങ്ങിലൂടെ രോഗങ്ങളെ പഠിക്കുകയും അതിനുവേണ്ടി ഒരു ജീനസ് എപ്പിഡമിക്സ് കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ജീനസ് എപ്പിഡമിക് എന്നത് ഈ രോഗങ്ങൾ തടയാൻ പറ്റിയൊരു മരുന്നാണ്. ഇങ്ങനെ ഒരു മരുന്ന് റീച്ച് കണ്ടുപിടിച്ച് അതിന്റെ വിവരം അതത് സ്ഥാപനങ്ങളിലേക്ക് അറിയിക്കുകയും ആ സ്ഥാപനങ്ങളിൽ മരുന്ന് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും രോഗം തടയുവാനും രോഗം പ്രതിരോധിക്കാനും ചെയ്യുന്നു. അതുപോലെ നമുക്കിപ്പോൾ മഴക്കാലമാണ്. മഴക്കാല സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒപ്പം പകർച്ചവ്യാധികളുടെ ഒരു കാലത്തു കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സമയത്ത് ഹോമിയോ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നൊരു സന്ദേശം എന്താണ്? ജനങ്ങൾ എങ്ങനെ കരുതിയിരിക്കണം? ഹോമിയോപ്പതി നടത്തുന്ന ബോധവൽക്കരണ ശ്രമങ്ങളെക്കുറിച്ചും ഉൾപ്പെടുത്താം. മഴക്കാലത്ത് പടർന്നു പിടിക്കുന്ന സാംക്രമിക രോഗങ്ങൾ തടയുവാൻ തന്നെ റീച്ചിന്റെ നേതൃത്വത്തിൽ അവയർനെസ് ക്ലാസുകൾ നടത്തുന്നുണ്ട്, മെഡിക്കൽ ക്യാമ്പുകൾ നടത്തുന്നുണ്ട്, രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുവാനുള്ള മരുന്നുകൾ നൽകുന്നുണ്ട്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഘടനയെ പറ്റി പറയാം. ഒപ്പം ജില്ലയിലെ ഹോമിയോ ക്ലിനിക്കുകളുടെ ഒരു സ്ട്രക്ചർ ഉൾപ്പെടുത്താം നമുക്ക്. ഹോമിയോപ്പതി വകുപ്പ് ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് വരുന്നത്. ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി എന്നീ ശാഖകളുണ്ട്. കേരളത്തിൽ ആയുഷ് ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ശ്രീ കെ മുരളീധരൻ അവറുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്നു. ഹോമിയോപ്പതി വകുപ്പിന്റെ സെക്രട്ടറി ആയിട്ട് ഡോക്ടർ രാജൻ കോബ്രഗഡെ IAS സേവനമനുഷ്ഠിക്കുന്നു. ഹോമിയോപ്പതിക്ക് ഒരു ഡയറക്ടറേറ്റ് ഉണ്ട്. ഈ ഡയറക്ടറേറ്റ് തിരുവനന്തപുരത്ത് ഈസ്റ്റ് ഫോർട്ടിൽ പ്രവർത്തിക്കുന്നു. ഹോമിയോപ്പതി ഡയറക്ടർ ഡോക്ടർ MP ബീന അവറുകളാണ്. 14 ജില്ലയിലും ഹോമിയോപ്പതിക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസുകളുണ്ട്. ഈ ഓഫീസുകൾ 14 ജില്ലകൾക്കും ഓരോ DMO ഉണ്ട്. 709 റെഗുലർ ആയിട്ടുള്ള ഡിസ്പെൻസറികൾ ഹോമിയോപ്പതി വകുപ്പിനുണ്ട്. 407 നാഷണൽ ഹെൽത്ത് മിഷന്റെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. 29 ടെമ്പററി ഡിസ്പെൻസറികൾ പ്രവർത്തിക്കുന്നു. കടലോര, കായലോര മേഖലകളിൽ ഫ്ലോട്ടിംഗ് ഡിസ്പെൻസറികൾ പ്രവർത്തിക്കുന്നു. ദുർഘട മേഖലകളിൽ മൊബൈൽ ഡിസ്പെൻസറികൾ പ്രവർത്തിക്കുന്നു. കേരളത്തിലുടനീളം 34 ആശുപത്രികൾ ഹോമിയോപ്പതിക്കുണ്ട്. അതിൽ 23 ആശുപത്രിയിലും ലാബ് സേവനങ്ങൾ ലഭ്യമാണ്. ഹോമിയോപ്പതിനെ ഫണ്ട് ചെയ്യുന്നത് നാഷണൽ ആയുഷ് മിഷൻ എന്ന ഏജൻസിയാണ്. ഹോമിയോപ്പതി പ്രോജക്റ്റുകളൊക്കെ സപ്പോർട്ട് ചെയ്ത് പോരുന്നു. വയനാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം 20 ഗവൺമെന്റ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഈ 20 ഗവൺമെന്റ് സ്ഥാപനങ്ങളിലും 18 ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ എന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടിട്ടുള്ളതാണ്. HWCയിൽ ഒരു മൾട്ടിപർപ്പസ് വർക്കർ, യോഗ ഇൻസ്ട്രക്ടർ, ആശാ വർക്കേഴ്സ് എന്നിവരുടെ സേവനം ലഭ്യമാണ്. വയനാട് ജില്ലയിലെ ഏക ആശുപത്രി അഞ്ചുകുന്ന് മാനന്തവാടി സ്ഥിതി ചെയ്യുന്നു. ഈ ആശുപത്രിയിലാണ് വയനാട് ജില്ലയിലെ പ്രോജക്റ്റുകൾ മുഴുവൻ പ്രവർത്തിച്ചു പോരുന്നത്. എല്ലാ പഞ്ചായത്തിലും ഒരു ഹോമിയോ സ്ഥാപനം എന്നുള്ളൊരു കാഴ്ചപ്പാട്, എന്നുള്ളൊരു വീക്ഷണം ഏകദേശം ഫലവത്തായിട്ടുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. ഹോമിയോപ്പതി ക്ലിനിക്കുകൾ എത്താത്ത ധാരാളം ആളുകളുണ്ട്, രോഗികളുണ്ട്. അവർക്കുള്ള സഹായങ്ങൾ എങ്ങനെയാണ്? പ്രത്യേകിച്ച് മൊബൈൽ യൂണിറ്റുകൾ, ഒപ്പം ക്യാമ്പുകളെ പറ്റിയും ഉൾപ്പെടുത്താം. ആരോഗ്യ സ്ഥാപനങ്ങളിൽ എത്തിപ്പെടാൻ പ്രയാസപ്പെടുന്ന കുറേ ജനങ്ങളുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് ക്യാമ്പുകൾ നടത്തുന്നു. മൊബൈൽ മെഡിക്കൽ യൂണിറ്റിന്റെ സേവനം ലഭ്യമാക്കുന്നു. പാലിയേറ്റീവ് യൂണിറ്റിന്റെ സേവനങ്ങൾ ലഭ്യമാക്കും. നാഷണൽ ആയുഷ് മിഷന്റെ കീഴിൽ കാരുണ്യ എന്നുള്ള പേരിലും
ഒരു പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തിക്കുന്നു. ഈ പാലിയേറ്റീവ് യൂണിറ്റിൽ ആളുകൾക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ യൂണിറ്റ് ഹോം കെയർ ഡെലിവറി എന്ന് പറയാം, ആ ഒരു മെഡിക്കൽ സേവനം അവരുടെ വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്നു. വീടുകളിൽ വന്ന് സന്ദർശിക്കുകയും രോഗിയെ പരിചരിക്കുകയും അവരുടെ നഴ്സിംഗ് ആവശ്യങ്ങൾ, ക്ലീനിങ്ങോ ഡ്രസ്സിങ്ങോ കത്തീട്രൈസേഷനോ ഇതൊക്കെയും പാലിയേറ്റീവ് രോഗികൾക്ക് ലഭ്യമാക്കുന്നു. പാലിയേറ്റീവുമായിട്ട് ബന്ധപ്പെട്ട് ഹോമിയോപ്പതി എങ്ങനെ പ്രവർത്തിക്കുന്നു? നിർണായകമായ ഒരു പങ്ക് ബന്ധപ്പെട്ട് ഹോമിയോപ്പതിക്ക് ഉണ്ടല്ലോ. ഹോമിയോപ്പതി വകുപ്പിന് ആയുഷ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതി എന്നൊരു പദ്ധതി തന്നെയുണ്ട്. 2017 ഈ പാലിയേറ്റീവ് യൂണിറ്റിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പാലിയേറ്റീവ് രോഗികൾക്ക്, കിടപ്പിലായ രോഗികൾക്കും അവരുടെ വീട്ടിൽ ചെന്ന് ഒരു ഹോം കെയർ നൽകുക എന്നുള്ളത് തന്നെയാണ് ഈ പാലിയേറ്റീവ് യൂണിറ്റിന്റെ ലക്ഷ്യം. വീട്ടിൽ ചെന്ന് ആവശ്യമായ പരിചരണവും മരുന്നുകളുമൊക്കെ ഈ യൂണിറ്റ് നൽകുന്നു. കൂടാതെ പാലിയേറ്റീവ് രോഗികൾക്ക് കിടത്തി ചികിത്സ ലഭ്യമാണ്. ആശുപത്രിയിൽ പാലിയേറ്റീവ് യൂണിറ്റിലൂടെ ഫിസിയോതെറാപ്പി, യോഗ എന്നീ സൗകര്യങ്ങളും അവർക്ക് ലഭ്യമാണ്. നമ്മുടെ വയനാട് ജില്ലയിൽ പ്രത്യേകിച്ച് ഗോത്ര വിഭാഗങ്ങൾ കൂടുതലുള്ള ജില്ലയായതുകൊണ്ട് തന്നെ അവർക്കിടയിൽ എന്തെങ്കിലും പ്രത്യേക പരിഗണന അവരുടെ പ്രവർത്തനങ്ങളിൽ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും വയനാട് ജില്ലയിൽ വളരെയേറെ ദുർഘട മേഖലകളുണ്ട്, പിന്നോക്ക മേഖലകളുണ്ട്, വനമേഖലകളുണ്ട്. ഇവിടെയൊക്കെ താമസിക്കുന്ന ജനങ്ങൾക്ക് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഉന്നതകളിലേക്ക് കടന്നു നിന്ന് അവർക്ക് സേവനം നൽകുക എന്നുള്ളത് വകുപ്പ് എൻ്റെ ഒരു ചുമതലയാണ്. 2 തരം മൊബൈൽ യൂണിറ്റ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നു. ഒന്ന് ട്രൈബൽ മൊബൈൽ യൂണിറ്റാണ്. ഈ ട്രൈബൽ മൊബൈൽ യൂണിറ്റ് നാമിൻ്റെ മൊബൈൽ യൂണിറ്റാണ്. അത് ട്രൈബൽ മേഖലകളിൽ, അത് ഉന്നതകളിലേക്ക് ചെന്ന് അവിടെ ചികിത്സയും മറ്റ് സേവനങ്ങളും നൽകി പോരുന്നു. 2ാമത്തെ മൊബൈൽ യൂണിറ്റ് വനമേഖലകളിലും ദുർഘട മേഖലകളിലേക്ക്, പിന്നോക്ക മേഖലകളിലേക്കൊക്കെ എത്തിപ്പെടുന്നു. അവിടെ അവർ ക്യാമ്പ് സെറ്റപ്പ് ചെയ്യുകയും അവിടെയുള്ള വാർഡ് മെമ്പറിന്റെ സഹായത്തോടെ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സെറ്റപ്പ് ചെയ്യും, അവയർനെസ് ക്ലാസ് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെയുള്ള രോഗികൾക്ക്, അതായത് ആരോഗ്യ കേന്ദ്രത്തിലേക്ക് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള രോഗികൾക്ക് സേവനം അവരുടെ അടുത്തേക്ക് തന്നെ എത്തിച്ചു കൊടുക്കുന്ന യൂണിറ്റാണ് മൊബൈൽ യൂണിറ്റ്. ഈ മൊബൈൽ യൂണിറ്റുകൾ ഉന്നതകളിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ പിന്നോക്ക മേഖലകളിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള അംഗൻവാടികളോട് അസോസിയേറ്റ് ചെയ്ത് അവിടെയുള്ള കുട്ടികൾക്ക് പോഷകാഹാരക്കുറവുകൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയും അവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് രോഗപ്രതിരോധ ശേഷി കൂട്ടുവാനുള്ള മരുന്നുകൾ നൽകുകയും അവരുടെ ആരോഗ്യത്തിന്റെ പരിപാലനം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഈ പരിപാടി കേൾക്കുന്ന റേഡിയോ മാറ്റിലി ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധികളുടെ കാലത്ത് ലഹരിയുടെ ഉപഭോഗം വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത്, ഒപ്പം മാനസികാരോഗ്യം സംരക്ഷിക്കേണ്ട പ്രാധാന്യമായി കരുതേണ്ട ഈ കാലത്ത്, മഴക്കാലത്ത് എന്താണ് നമ്മുടെ ഹോമിയോ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാൻ പറ്റിയൊരു സന്ദേശം? മഴക്കാലം നമ്മുടെ ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സമയമാണ്. സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ആരോഗ്യ പരിപാലനത്തിന് ഏറ്റവും മുൻതൂക്കം കൊടുക്കണം. നമ്മുടെ മഴക്കാല രോഗങ്ങൾ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളതിന് വ്യക്തമായ ധാരണ എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണ്. ഇതിനുവേണ്ടി നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്, ബോധവൽക്കരണ ക്ലാസുകൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. റീച്ചിൻ്റെ നേതൃത്വത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതിനും ഇമ്മ്യൂണിറ്റി കൂടുന്നതിനുമൊക്കെയുള്ള മരുന്നുകൾ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും ലഭ്യമാണ്. എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും സ്ഥാപനങ്ങളിലേക്ക് എത്തി എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കേണ്ടതാണ്. പരിസര ശുചിത്വം, വ്യക്തി ശുചിത്വം ഒക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുകയും പാലിക്കപ്പെടുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഏറ്റവും അധികം അനുഭവപ്പെടുന്നു. ഈ ഒരു സാഹചര്യം, ഇങ്ങനത്തെ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഞ്ചുകുന്നിലെ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ അതിന് തക്കതായ കൗൺസിലിങ്ങും ചികിത്സയും ഒക്കെ ലഭ്യമാണ്. അത് വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ ഒരു ടീം തന്നെ അവിടെയുണ്ട്. ഡോക്ടറുടെ സേവനം ലഭ്യമാണ്, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെ സേവനം ലഭ്യമാണ്, മാനസിക സമ്മർദ്ദങ്ങൾക്കായി ഉയർത്തുവാൻ കൗൺസിലിംഗ് ലഭ്യമാണ്. ഈ സേവനങ്ങളൊക്കെയും സൗജന്യമായി ലഭിക്കുന്നത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ആരോഗ്യകരമായ ഒരു സമൂഹം രൂപപ്പെടുത്തുന്നതിൽ ചികിത്സാ സംവിധാനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വയനാട് ജില്ലയിലെ ഹോമിയോപ്പതി വകുപ്പിലൂടെ നടപ്പിലാക്കുന്ന വിവിധ സേവനങ്ങളും ജനക്ഷേമ പദ്ധതികളും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ആരോഗ്യ സംരക്ഷണ രംഗത്ത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. ഈ പരിപാടിയിൽ സംസാരിച്ചത് ഹോമിയോ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അച്ചാമ്മ ലിനു തോമസ്. ഇന്ന് വിലപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ച ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് നന്ദി. ഈ പരിപാടിയിലൂടെ ലഭിച്ച അറിവുകൾ ശ്രോതാക്കൾ പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു.
ഈ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം സർക്കാരിന്റെ മറ്റൊരു വകുപ്പിലെ സേവനങ്ങളും പദ്ധതികളുമായി. അതുവരെ നന്ദി, നമസ്കാരം. ജനങ്ങൾക്കൊപ്പം. വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി. നിർവഹണം ജോബിഷ് ജോസ്.